ഹരേ കൃഷ്ണ. ഭൂലോക വൈകുണ്ഠനാഥൻ്റെ അതീവ സുന്ദരമായ ഒരു ലീലാരൂപമാണ് ഇന്നത്തെ ഗുരുവായൂർ അലങ്കാരം. ഉച്ചപൂജയ്ക്ക് ഭഗവാൻ ചാർത്തിയിരിക്കുന്ന കളഭാലങ്കാരത്തിൽ വിരിഞ്ഞു നിൽക്കുന്നത് അമ്പാടിയിലെ ആനന്ദകണ്ണനാണ്. ഒരു കൊച്ചു ആനക്കുട്ടിയുടെ പുറത്തിരുന്ന് വെണ്ണ നുണയണ നമ്മുടെ ഉണ്ണിക്കണ്ണൻ. ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ ആന പുറത്തിരുന്ന് വെണ്ണ നുണയണ ഉണ്ണിക്കണ്ണൻ, ആനന്ദകണ്ണനാണ് ഇന്ന് നമ്മുടെ അലങ്കാരം. ആനന്ദത്തിൻ്റെ ആനക്കുട്ടിയാണ് ഒരു കൊച്ചു ആനക്കുട്ടി. അതിൻ്റെ കുഞ്ഞു തുമ്പിക്കൈയും കൊമ്പുകളും ചെവികളും ഒക്കെ ഉയർത്തി ഇങ്ങനെ നിൽക്കുക. കളിപ്പാട്ടത്തിനോട് പോലെ തോന്നിക്കുന്ന ഒരു രൂപം, കുഞ്ഞു രൂപം ആനക്കുട്ടി. അമ്പാടിയിലെ ബാല്യക്കാരുമായിട്ട് കണ്ണൻ കളിക്കുന്ന നിമിഷങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗാണ്. ആനപ്പുറത്തിരിക്കുന്ന ഭഗവാന്റെ ഒരു കയ്യിൽ വെണ്ണയും മറ്റു കയ്യിൽ ഓടക്കുഴലും ഉണ്ട്. ഭഗവാൻ പൊട്ടിച്ചിരിക്കുന്ന ഒരു അത്ര ആനന്ദം പൂണ്ടിരിക്കുന്ന ആനന്ദ കണ്ണനായിട്ടാണ് ആനപ്പുറത്തിരിക്കുന്നത്. കഴുത്തിലാണെങ്കിലോ മാങ്ങാമാലയുണ്ട്, സ്വർണ്ണ പതക്കുണ്ട്, കൈവളകളുണ്ട്, കുഞ്ഞു വയറിൽ കിലുങ്ങണ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നുണ്ട്, കാലുകൾ പൊൻതളകളുണ്ട്, പിന്നെ തിളങ്ങുന്ന പൊന്നിൻ കിരീടം ചാർത്തിയുണ്ട്, വശങ്ങളിലായിട്ട് ഇങ്ങനെ തിരുമുടിമാലകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ തെച്ചിയും തുളസിയും താമരയും കൊണ്ട് ചേർത്തിട്ടുള്ള നല്ല കനത്ത ഉണ്ടമാല തന്നെയാണ് ഭഗവാന്റെ കഴുത്തിലിട്ടിട്ടുള്ളത്. ആന എന്ന് പറയുന്നത്, അതായത് ഗജം അല്ലേ, അത് ശക്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ചാലകശക്തിയായ ഈശ്വരൻ ഈ കൊച്ചു ആനക്കുട്ടിയുടെ പുറത്തിരിക്കുന്നത് അത്യുന്നതമായ ശക്തിയെ ഭക്തിയാകുന്ന വാത്സല്യം കൊണ്ട് കീഴടക്കാം എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ്. വെണ്ണ എന്ന് പറയുന്നത് ശുദ്ധമായ മനസ്സിൻ്റെ പ്രതീകമാണ്. ഓടക്കുഴല് ശൂന്യായ ഉള്ളിൻ്റെ, അതായത് അഹങ്കാരമില്ലാത്ത മനസ്സിൻ്റെ പ്രതീകമാണ്. മനസ്സ് ശൂന്യമാകുമ്പോൾ ഭഗവാൻ അവിടെ സംഗീതം പൊഴിക്കുന്നു എന്നാണ്. ഭൗതിക ലോകത്തെ ദുഃഖങ്ങളിൽ പെട്ടുഴലുന്ന ഭക്തന് ഞാൻ നിന്റെ കൂടെയുണ്ട്, ഇതൊക്കെ എൻ്റെ ലീലയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ആനന്ദകണ്ണൻ. ഭഗവാൻ വരുമ്പോൾ കേൾക്കണ ആ കിങ്ങിണിനാദം ഭക്തൻ്റെ ഹൃദയത്തിൽ ഭക്തിയുടെ ഉണർവാണ് തരുന്നത്. യശോദയുടെ ഉണ്ണിയായിട്ടും ഭക്തൻ്റെ ആശ്രയമായിട്ടും ഗുരുവായൂരപ്പൻ ഈ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കല്ലാതെ മറ്റെന്ത് വഴിയാണ് നമുക്കുള്ളത് അല്ലേ? നെയ്വിളക്കിൻ്റെ വെളിച്ചത്തിൽ ആനപ്പുറത്തിരുന്ന് പുഞ്ചിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നാമജപം ചെയ്യാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.